ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ച ബഡ്ജറ്റ് സമ്മേളനത്തിൽ മുൻ വർഷത്തെ നീക്കി ബാക്കി 3,12,68,800 രൂപ ഉൾപ്പെടെ 129,87,4,800 രൂപ ആകെ വരവും 188,87,11,400 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ അവതരിപ്പിച്ചത്. 2026-27 വർഷത്തിലെ ബഡ്ജറ്റ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചപ്പോൾ ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കുമാണ് ഏറ്റവും പ്രാധാന്യം നൽകിയത്. കൂടാതെ തൊഴിൽ സംരംഭങ്ങൾ, കാർഷിക കാലിവളർത്തൽ വിഭാഗം, വിനോദസഞ്ചാരം എന്നിവയ്ക്കും പ്രത്യേക പരിഗണനയുണ്ട്. കൂടാതെ ഡയാലിസിസ് സെന്റർ, കുടിവെള്ളം, റോഡ് പദ്ധതികൾ എന്നിങ്ങനെ സമഗ്ര മേഖലയ്ക്കും ബഡ്ജറ്റിൽ തുക കൊള്ളിച്ചതായി വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ വ്യക്തമാക്കി. ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായി 3,23,10,000 രൂപ ജീവനക്കാരുടെ ശമ്പള ഇനത്തിൽ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. ഓഫീസിന്റെ മറ്റ് ഭരണ ഓഫീസ് ചെലവുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ വകയിരുത്തിയത് 32,16,500 രൂപ. ജനകീയാസൂത്രണ പദ്ധതിയേതര ചെലവുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 124,98,34,900 രൂപയാണ്. പദ്ധതി ചെലവുകളിൽ നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതികൾ ഈ വർഷത്തെ പൂർത്തീകരിക്കുന്നതിന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകെ ചെലവ് 127,87,14,400 രൂപയാണ്. നമ്മൾ ഈ വർഷത്തെ മുഴുവൻ ചെലവ് ജില്ലാ പഞ്ചായത്ത് ചെലവ് ആയി നമ്മൾ കണക്കാക്കിയത്. സംസ്ഥാനത്ത് ആദ്യമായി തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള സ്കൂളുകളിൽ കുടുംബശ്രീകളുടെ നേതൃത്വത്തിൽ ലഘുഭക്ഷണശാല ഒരുക്കുന്നതിനും പെൺകുട്ടികൾക്ക് അനുയോജ്യമായ ജിംനേഷ്യം യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുമായി പ്രത്യേക ഫണ്ടും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നീക്കിവച്ചിട്ടുണ്ട്. പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ച ബഡ്ജറ്റ് സമ്മേളനത്തിൽ സെക്രട്ടറി സജീവ് PK, വിവിധ ഡിവിഷൻ അംഗങ്ങൾ, വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി.